എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ബേൺ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം 7 ഡേയ്സ് കോഴ്സാണ്. ഇത് ലൈഫിൽ ഉണ്ടായിരുന്ന ദുരനുഭവങ്ങൾ, ഭയം, അതുപോലെ തന്നെ നാശം, ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ ശത്രുഭയം, ശത്രുതാദോഷം, ആഭിചാര ക്രിയകൾ കൊണ്ടുണ്ടാവണ നാശങ്ങൾ, മുന്നോട്ട് പോകും തോറും വിദ്യാഭ്യാസം കൂടുന്ന സമൂഹത്തിലും ഇത്തരം ആഭിചാര ദുർമന്ത്രവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഒട്ടേറെ തെളിവുകൾ ഇന്നും എനിക്ക് എൻ്റെ അറിവിൽ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അവരിൽ നിന്ന് എങ്ങനെ ഈ നെഗറ്റിവിറ്റിയെ കരിച്ചു കളയാം എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ബേസിക് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് ഈ കോഴ്സ് ഉള്ളത്. ഒരു ബേൺ ഫയർ എന്നുള്ള ഒരു കോഴ്സും അബണ്ടൻസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും, അങ്ങനെ 2 കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈഫിൽ ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ലൈഫിൽ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. സങ്കടങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവുക. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും സമൃദ്ധിയും സന്തോഷവും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായ, ആരാലും തടുക്കാതെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായ സകല സന്തോഷങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ മെഡിറ്റേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇത്തരം മാനസിക വ്യതയിലും മാനസികമായിട്ട് സമ്മർദ്ദത്തിലും. കാരണം കുടുംബത്തില് കുടുംബനാഥ എന്നുള്ള രീതിയിൽ അവരാണ് ഇത്തരം അനുഭവങ്ങൾ കൂടെ പോണത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മുൻഗണന ഈ പ്രോഗ്രാമിലുണ്ട്. കാരണം കൂടുതലും സ്ത്രീകളാണ് ഒരു സമൂഹത്തെയും കുടുംബത്തെയും പടുത്തുയർത്തണത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു മുൻഗണന ഈ കോഴ്സിലെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീ വിചാരിച്ചാൽ ആ സമൂഹവും ആ കുടുംബവും നന്നാവും എന്നതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് മുൻഗണന നൽകിയേക്കുന്നത്. സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ പുരുഷനും സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേറെ, കുട്ടികൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, വെവ്വേറെയാണ് ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഈ മൊബൈൽ നമ്പർ നിങ്ങൾ ഡീറ്റെയിലിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. നന്ദി, നമസ്കാരം.